കേരളത്തിൽ രചിക്കപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളിൽ രാമൻ ഇല്ലെന്നേ. രാമൻ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങളിൽ രാമൻ ഇല്ലാത്തത്? ജമാഅത്ത് ഇസ്ലാമിയുടെ രാമായണ പാരായണം അത്ര നിഷ്കളങ്കമാണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇപ്പോഴും പ്രസാദം എറിഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് കേരളം, അല്ലെന്ന് പറയട്ടെ. കോതറാണി എന്ന പുലിയരാജ്ഞിയെ കുറിച്ച് അറിയാലോ, സാറിന് വായിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ ചരിത്രം പഠിച്ച ഭാഗമായിട്ട് എത്ര ദളിതനറിയാം ഇങ്ങനൊരു പുലിയരാജ്ഞി നമ്മുടെ കേരളത്തിൽ ഭരിച്ചിരുന്നു, ഇങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്ന് എത്ര പേർക്കറിയാം? രാമായണത്തെ സംബന്ധിച്ചൊരു ലേഖനം എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് വരാതെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദളിതർ വൈജ്ഞാനികമായി സമ്മതിക്കുമ്പോൾ അവർ രോഷം കൊള്ളുകയാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ഒരു അജണ്ടയാണ്. നിങ്ങൾ ഏതു ദിശയിലേക്ക് തിരിഞ്ഞാലും നിങ്ങളെ പിന്തുടരുന്ന നികൃഷ്ടജീവിയായി ജാതി ഉണ്ടാകും. ആ നികൃഷ്ടജീവിയെ കൊല്ലാതെ നിങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ പരിഷ്കരണങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് നമ്മുടെ അതിഥി സാമൂഹ്യ പ്രവർത്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ ഡോക്ടർ TS ശ്യാംകുമാറാണ്. സർ, വെൽക്കം. നമസ്കാരം. നമ്മൾ 2025 ശാസ്ത്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്നു നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട് ജാതീയമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ആരാണ് കൃത്യമായി ജാതി പറയുന്നത്? സങ്കീർണമായ ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഒരു സാമൂഹിക പരിതസ്ഥിതി അനുസരിച്ച് ജാതിയെ പ്രശ്നവൽക്കരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജാതി പറയുന്നത്. നിരന്തരമുള്ളൊരു ആക്ഷേപമാണ്. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹിക ചരിത്രം പരിശോധിച്ചാൽ അറിയാം. സാമുദായിക പ്രാതിനിധ്യമാണ് തൻ്റെ ദേശീയവാദം എന്ന് പറഞ്ഞ സഹോദരനയ്യപ്പനായിരുന്നു ജാതിവാദി. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് പുരോഗമനാത്മകമായ ഗതിവേഗം കൂട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെല്ലാം കേരള സമൂഹം ജാതിവാദികളാക്കി മാറ്റിയിട്ടുണ്ട്. ആരാണ് ജാതി കൊണ്ടു നടക്കുന്നത്? ജാതി കൊണ്ടു നടക്കുന്നത് അവർണ സമൂഹങ്ങളല്ല. ഡോക്ടർ BR അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട് ശ്രേണീകൃത അസമത്വം എന്ന്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ജാതി വളരെ കൃത്യമായി കൊണ്ടു നടക്കുന്നത് ഇന്ത്യയിലെ സവർണ സമൂഹങ്ങളാണ്. നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആരാണ് കേരളത്തിൽ ഇപ്പോഴും ജാതിവാലികളുമായിട്ട് നടക്കുന്നത്? ഒരിക്കൽ KN നേതൃത്വത്തിൽ മുമ്പ് ജാതിവാൽ ദഹനം എന്ന പേരിൽ അദ്ദേഹം ലേഖനം എഴുതുകയും വലിയ രീതിയിൽ ഇത് കൂടിളക്കം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ വലിയ പുരോഗമന സിംഹങ്ങളുടെ പേരിൻ്റെ അറ്റത്ത് ഇപ്പോഴും ജാതിവാലുണ്ട്. അവരിൽ പലരും വലിയ മാർക്സിസ്റ്റുകളുമാണ്. പക്ഷേ പേരിൻ്റെ അറ്റത്ത് നമ്പൂതിരിയെന്നും ഭട്ടതിരിയെന്നും മേനോനെന്നും ഇളയിടമെന്നും ഒക്കെ പേരിൻ്റെ അറ്റത്ത് ഇപ്പോഴും കാണാം. ഈ വൈരുദ്ധ്യം കേരള സമൂഹം ഒരിക്കലും കാണുന്നില്ല. അപ്പോൾ ജാതിവാലൊരു സാധാരണ പ്രശ്നം, അതൊരു സാംസ്കാരിക മൂലധനമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ സവർണ സമൂഹം കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ജാതി കൊണ്ടു നടക്കുന്നത്? ജാതിവാലുമായിട്ട് നടക്കുന്ന ആളുകൾ ജാതിയെ വിമർശിക്കുന്നവരെ സ്വത്വവാദികളെന്നാണ് പറയുന്നത്. ജാതിവാൽ അവരുടെ പേരിൻ്റെ അറ്റത്ത് വളരെ കൃത്യമായ രീതിയിൽ ജാതിവാലുണ്ട്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നായരെന്നും മേനോനെന്നും ഭട്ടതിരി എന്നും ഒക്കെയുള്ള പേരുകളുണ്ട്. ആ പേരുകളുള്ളവർ ജാതിയെ വിമർശിക്കുന്നവരെ അവർണ സമൂഹത്തിൽ നിന്നുള്ള ഇൻ്റലക്ച്വലിനെ വിളിക്കുന്ന പേരെന്താണ്? സ്വത്വവാദികളെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി ജാതി എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം പരിശോധിച്ചത് വളരെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ സർവകലാശാലകളെ സംബന്ധിച്ച് പുറത്തു വന്ന അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് സർവകലാശാല അധ്യാപക തസ്തികകളിൽ 97% വരേണ്യ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്ന്. കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളെടുത്ത് പരിശോധിക്കാം. ആ കോളേജുകളിലുള്ള 96% അധ്യാപക തസ്തികകളിലും കേരളത്തിലെ വരേണ്യ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ദളിതരും ആദിവാസികളും പുറന്തള്ളപ്പെടുകയാണ് അവിടെ നിന്ന്. ദളിതരും ആദിവാസികളുടെ അധ്യാപക തസ്തികകളെല്ലാം വട്ടപൂജ്യമാണ്. അതുപോലെ നമ്മൾ സാഹിത്യ അക്കാദമിയുണ്ട്, ധാരാളം അക്കാദമികൾ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിൽ സ്ഥിരം സവർണർ മാത്രം വരുന്നത്? എന്തുകൊണ്ടാണ്? കേരളം ഇത്രയധികം പുരോഗമിച്ചിട്ടും മറ്റുള്ള സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ്റെ പദവിയിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് സാഹിത്യ അക്കാദമിയുടെ പദവിയുടെ കാര്യം മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര ദളിതർ വൈസ് ചാൻസലർമാരായിട്ടുണ്ട്? പരിശോധിക്കണ്ടേ? എന്തുകൊണ്ടാണ് കേരള സമൂഹം വലിയ രീതിയിൽ പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു ദളിതനെ വൈസ് ചാൻസലർ ആകുന്നതിന് എന്താ തടസ്സം? ദളിത് വിഭാഗത്തിൽ നിന്ന്, ആദിവാസി വിഭാഗത്തിൽ നിന്ന് പ്രൊഫസർമാരായിട്ടുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണോ? പ്രൊഫസർമാരായിട്ടുള്ള ആളുകളുണ്ട്.
പക്ഷേ അവരെ പുറന്തള്ളുന്ന രീതിയിലുള്ള ഒരു ഹിംസ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവരെ പുറന്തള്ളുന്നതിന് വേണ്ടി പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ വിദഗ്ധന്മാരാണ് നമ്മുടെ സർവകലാശാലകളെ നയിക്കുന്നത്. എങ്ങനെ ദളിതരെ ആദിവാസികളെയും പുറന്തള്ളാം? അതിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ ആൾക്കാർ സർവകലാശാലകളെ നയിക്കുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതിങ്ങനെ സർവകലാശാലകളിൽ, അക്കാദമിക സ്ഥാപനങ്ങളിൽ, സാംസ്കാരിക സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, സർവ്വ മേഖലകളിൽ ഇത് നിലനിൽക്കുക. നോക്കൂ, ഒരു ദളിതൻ അയാൾ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? കോളേജിലെ ഒരു ചുരുങ്ങിയ പ്രായത്തിലെങ്കിലും ഒരു 30 വയസ്സ് ആകുമ്പോഴെങ്കിലും അയാൾ ഒരു അധ്യാപക തസ്തികയിൽ പ്രവേശിക്കണമല്ലോ. അത് ആർക്കാണ് കേരളത്തിൽ സാധിക്കുക? അത് സവർണ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകൂ. കാരണം അവർക്കെല്ലാം എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ എന്ന് വിളിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒരു 24-25 വയസ്സാകുമ്പോഴത്തേക്ക് നെറ്റ് MA കൂടി ജോലിയിൽ പ്രവേശിക്കുന്നു. അവർ പിന്നീട് ആരായി മാറുന്നു? സർവകലാശാല അധ്യാപകരായിട്ട്, അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഈ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നു. ഇതാർക്ക് സാധിക്കുന്നില്ല? ഒരു ദളിതനോ ആദിവാസിക്കോ ഒരിക്കലും നടക്കില്ല. കാരണം പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ. കാരണം കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല ദളിതരെ ആദിവാസികളെ പുറന്തള്ളിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ അപ്പോഴും ഇതൊക്കെ പൊതുമേഖല എന്നറിയപ്പെടുന്നത്, പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, സവർണ കോളനികളെന്നാണ് അത്തരം സ്ഥാപനങ്ങളെയൊക്കെ തന്നെ വിളിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ രത്നസാരം ഇതാണ്. ജാതി എന്ന് പറയുന്നത് നമ്മുടെ സമസ്ത മേഖലകളെയും, നമ്മുടെ കാഴ്ചപ്പാടുകളെയും, നമ്മുടെ ജീവിത മൂല്യങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒന്നായിട്ട് മാറിത്തീർന്നിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളെപ്പോലും അത് നമ്മളെ സ്വാധീനിക്കുന്നുള്ളതാണ്. ഒരു മേഖലയിൽ ഏത് ജാതിക്കാരാണ് വസിക്കുന്നത് അതനുസരിച്ചാണ് അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് പോലും. എന്നിട്ട് നമ്മൾ പറയുക വലിയ പുരോഗമന വീമ്പളക്കം നടത്തും, ഞങ്ങൾ വലിയ 916 പുരോഗമനക്കാരാണെന്ന് പറയും. ഇത്രയും വലിയ പുരോഗമന സിംഹങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഒരു ദളിതൻ, അത് ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, കക്ഷി രാഷ്ട്രീയം ബാധകമല്ല അതിനകത്ത്, എന്തുകൊണ്ടാണ് ഈ സംവരണ മണ്ഡലത്തിലല്ലാതെ ഒരാളെ മത്സരിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ്? അങ്ങനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കപ്പെടുമ്പോഴല്ലേ നമ്മുടെ പുരോഗമനം നല്ല പുരോഗമനം എന്ന് പറയാൻ കഴിയും. അതല്ലാത്തടത്തോളം അതിൻ്റെ അർത്ഥം എന്താണ്? അതല്ലാത്തടത്തോളം നമ്മൾ ഇപ്പോഴും ജാതി മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ അർത്ഥം. ആ വാദത്തോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡോക്ടർ ശ്യാംകുമാർ സംസാരിക്കുമ്പോൾ പല ആളുകളുടെ എതിരഭിപ്രായം എന്ന് വെച്ചാൽ വാ തുറന്നാൽ അപ്പം തന്നെ ജാതീയതയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ജാതീയമായ ഒരു ശ്രേണി ഇല്ലാത്തൊരു ഘട്ടത്തിൽ നമ്മൾ ജാതീയത ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള എതിർവാദം വരുന്നുണ്ട്, ആ ഒരു ആക്ഷേപം വരുന്നുണ്ട്. ആ ആക്ഷേപത്തെ എങ്ങനെയാണ് കാണുന്നത്? ജാതി ഉണ്ടെന്നുള്ളത് വളരെ പ്രത്യക്ഷമായ ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ കണക്കുകളാണല്ലോ ഞാൻ പറഞ്ഞത്. ജാതി ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിൽ ഒരു ദളിതനെ അധ്യാപകനാക്കുന്നതിന് എന്താ തടസ്സം? ജാതി ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലറായിട്ട് ഒരു ദളിതനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ എന്താണ് തടസ്സം? പ്രൊഫസർ ഡോക്ടർ കുഞ്ഞാമൻ കേരളത്തിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു, സാമൂഹിക വിദഗ്ധനായിരുന്നു, വലിയ ചരിത്ര ഗവേഷകനായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പുറന്തള്ളിയത്? എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് വൈസ് ചാൻസലർ ആകാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ്? നോക്കൂ, കേരളത്തിലാണല്ലോ കൊച്ചി എന്ന് പറയുന്ന സ്ഥലം. ഈ കൊച്ചിക്ക് അടുത്താണ് പറവൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു ദളിത് പൂജാരിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിക്കാൻ ഒരു ഭക്തൻ തയ്യാറായില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണോ ഈ ജാതി? കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ജാതി വ്യവസ്ഥ ഭീകരമായി നിലനിൽക്കുന്ന സ്ഥലമാണ് കേരളം. ഇപ്പോഴും പ്രസാദം എറിഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് കേരളം, അല്ലെന്ന് പറയട്ടെ. അപ്പോൾ ആ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ആ അയിത്തവും തൊട്ടുകൂടായ്മയും ഡോക്ടർ ശ്യാംകുമാർ ഉണ്ടാക്കിയതല്ല. ഇതാ ഇവിടെ ജാതി നിലനിൽക്കുന്നു, ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞാൻ ഇക്കാര്യം തുറന്നു പറയുന്നു, കൂടുതൽ ശക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് എന്നെ വേണമെങ്കിൽ ജാതിവാദി എന്നൊക്കെ വിളിക്കുക, പക്ഷെ അത് കാര്യമില്ല, ജനാധിപത്യമാണ് പറയുന്നത്. വേടനെ ഇതുപോലെ തന്നെയാണല്ലോ, വേടൻ ജാതിവാദിയാണെന്നാണല്ലോ പറഞ്ഞത്. വേടൻ ഉണ്ടാക്കിയതാണോ ജാതി? വേടൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസമാണല്ലോ കർണാടകയിൽ ഒരു വാർത്ത വന്നു. ഒരു ദളിത് സ്ത്രീ പാചകക്കാരിയായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും മാതാപിതാക്കൾ മാറ്റി. അതായത് വേടനോ ഡോക്ടർ ശ്യാംകുമാറോ കർണാടകയിൽ പോയി കുട്ടികളെ പിൻവലിച്ചോ? അതോ പാചകക്കാരിയെ നിയമിച്ചത് ഞങ്ങളാണോ? ഒന്നുമല്ലല്ലോ. എന്താണ് പിന്നെ ബുദ്ധിമുട്ട്? തടസ്സം എവിടെയാണ്? വളരെ കൃത്യമായി നോക്കൂ, കേരളത്തിലെ വിവാഹ സംസ്കാരം നമ്മളൊന്ന് പരിശോധിക്കണം. അതുമായി ബന്ധപ്പെട്ട സ്വത്ത് കൈമാറ്റമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവാഹക്രമം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഈഴവ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, നായർ മാട്രിമോണി, ഇങ്ങനെ വളരെ വ്യത്യസ്തമായി. ഇതെന്താണ് തെളിയിക്കുന്നത്?
ഒരു വളരെ പ്രാചീനമായ കാലത്ത് കുലഗോത്ര പാരമ്പര്യം ജാതിയുടെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്നത് പോലെ തന്നെ ജാതിക്കുള്ളിൽ വിവാഹം നടത്തിയാൽ മതിയെന്ന് പെരുമ്പറ കൊട്ടി ആഘോഷിക്കുന്നതിൻ്റെ സൂചകങ്ങളല്ലേ ഈ നായർ മാട്രിമോണിയും ഇത്തരം മാട്രിമോണികൾ പരസ്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ജാതി നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ട് നിൽക്കുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത പുറത്തു വന്നു. അത് കേരളത്തിലൊരു സർവകലാശാലയിൽ PhD ഗവേഷണത്തിന് അഡ്മിഷൻ നേടുന്നതിന് തടസ്സമുണ്ടായി. സംവരണം അട്ടിമറിക്കപ്പെട്ടത് മൂലം ഒരു ദളിത് വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ ഇപ്പോൾ അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് വന്നിരിക്കുക. വലിയ പുരോഗമന സിംഹങ്ങളുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടാണ് ഈ സംവരണം അട്ടിമറി നടന്നത്. എന്നിട്ട് ആ സർവകലാശാലയിലെ പുരോഗമന അധ്യാപകർ എന്തുകൊണ്ടാണ് അതിനെതിരെ ഒരക്ഷരം പോലും പ്രതികരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണ്ടേ? ഇങ്ങനെ നമ്മൾ സമസ്തം നോക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ സ്കൂൾ കലോത്സവം നടക്കുന്നുണ്ട്. ഈ സ്കൂൾ കലോത്സവത്തിൽ വർഷങ്ങളായിട്ട് വെജിറ്റേറിയൻ സദ്യയാണ്. ഈ വെജിറ്റേറിയൻ സദ്യ വിളമ്പുന്ന ആരാണ്? പഴയട നമ്പൂതിരിയാണ്, മോഹനൻ നമ്പൂതിരിയാണ്. അത് ആര് വേണമെങ്കിലും വെക്കട്ടെ. പക്ഷേ ഖാദർ വെച്ചാൽ എന്താ കുഴപ്പം? കോശി വെച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ മലയാളി കഴിക്കത്തില്ല, മലയാളി കഴിക്കില്ല. ചിക്കൻ ബിരിയാണി വിളമ്പിയാൽ എന്താ തടസ്സം? ഞാൻ അടുത്തിടെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടി പങ്കെടുക്കുകയുണ്ടായി. ആ പരിപാടിയിൽ ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണിയാണ് വിളമ്പുന്നത്. വെജിറ്റബിൾ ബിരിയാണി, സാലഡ്, നാരങ്ങ അച്ചാർ. വ്യത്യസ്ത മേഖല എന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് വെജിറ്റബിൾ ബിരിയാണി വിളമ്പേണ്ടി വരുന്നത്? നമ്മൾ കൊണ്ടു നടക്കുന്ന മൂല്യമാണ് അങ്ങനെ ഒരു വെജിറ്റേറിയൻ സദ്യ അവിടെ കൊടുക്കാൻ, അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇഷ്ടമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാവുന്ന രീതിയിൽ, ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ വ്യത്യസ്തമായ ഭക്ഷണക്രമം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കൊണ്ടു നടക്കുന്ന ജാതിമൂല്യം കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ യാഥാർത്ഥ്യം പരിശോധിക്കപ്പെടണ്ടേ? 2021 ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണെന്ന്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു എന്ന്. അധ്യാപക നിയമനങ്ങൾ ഒഴികെ ആർക്ക് വേണമെങ്കിലും പഠിക്കാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന NSSൻ്റെ സ്ഥാപനത്തിൽ നായന്മാരല്ലാത്ത ഒറ്റ അധ്യാപകരും ഇല്ല? ഇത് ജാതിയാണെന്ന് എന്താ കേരള സമൂഹത്തിന് തോന്നാത്തത്? C. രവീന്ദ്രൻ കേരളത്തിലെ വലിയ നാസ്തിക ചിന്തകനാണ്. അദ്ദേഹം ജാതിപ്പൂക്കൾ എന്ന് പറഞ്ഞ പ്രഭാഷണം വരെ നടത്തി. പക്ഷേ ഈ NSSൻ്റെ കോളേജിൽ നിലനിൽക്കുന്ന ജാതിപ്പൂക്കൾ അദ്ദേഹം കാണുന്നില്ല. ഇതും ജാതിപ്പൂക്കളാണ്. ഏത് ജാതിപ്പൂക്കൾ? ശൂദ്ര ജാതിപ്പൂക്കൾ മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥലം. വ്യത്യസ്ത പൂക്കളില്ല. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പൂക്കൾ മാത്രം ഇങ്ങനെ അധ്യാപക തസ്തികയിൽ വിരാജിക്കുക. ഇത് നമ്മൾ കാണണ്ടേ? അപ്പോൾ ജാതി ഡോക്ടർ ശ്യാംകുമാറോ വേടനോ കെട്ടിയിറക്കിയതല്ല. കേരള സമൂഹം, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കേരള സമൂഹത്തെ വിശദീകരിക്കുന്നുണ്ട്. അടഞ്ഞ ജാതിക്കുള്ളിലെ അടഞ്ഞ ജാതി സമൂഹമാണ് കേരളം എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കേരളത്തെ പറ്റി നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ പുരോഗമനം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേയാണ് നമ്മുടെ പുരോഗമനം. വീടിന് പുറത്ത് പുരോഗമനത്തിൻ്റെ ചെരുപ്പ് അഴിച്ചിട്ട് യാഥാസ്ഥിതികതയുടെ നഗ്നവാദങ്ങളുമായിട്ടാണ് വീടുകളിൽ ഉള്ളിൽ എല്ലാവരും കഴിയുന്നത്. ഒരു ആത്മവിമർശനം എന്ന രീതിയിൽ ചരിത്രത്തിലേക്കൊന്ന് പോട്ടെ. കോതറാണി എന്ന പുലിയരാജ്ഞിയെ കുറിച്ച് അറിയാലോ, സാറിന് വായിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ ചരിത്രം പഠിച്ച ഭാഗമായിട്ട് എത്ര ദളിതനറിയാം ഇങ്ങനൊരു പുലിയരാജ്ഞി നമ്മുടെ കേരളത്തിൽ ഭരിച്ചിരുന്നു, ഇങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്ന് എത്ര പേർക്കറിയാം? എത്ര ദളിതനറിയാം? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ് വളരെ കൃത്യമായിട്ട്. കാരണം സവർണൻ അറിയണ്ട, അവന് എന്തായാലും അത് താല്പര്യം ഉണ്ടാവില്ല. എന്തായാലും അത് കേൾക്കുമ്പോൾ അതിനെ അടിച്ചമർത്താനുള്ള സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ദളിതൻ എന്ന രീതിയിൽ ഒരു ദളിത് വിഭാഗത്തിലുള്ള ആളുകൾക്കെങ്കിലും അറിയണ്ടേ? ഇത് സ്ഥിരം ഒരു സവർണ യുക്തിയാണിത്. ഈ ചോദ്യത്തിലൊരു സവർണ യുക്തിയുണ്ട്. കാരണം കുറ്റമെല്ലാം ദളിതരുടെ തലയിലോട്ട് കെട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സുഖമായാലും. ഇത് ഡോക്ടർ P.K. രാജശേഖരനെ പോലുള്ളവർ നേരത്തെ പയറ്റിയ ഒരു സിദ്ധാന്തത്തിൻ്റെ ബാക്കി പത്രമാണ് ആദരി ഇവിടെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു കാര്യമില്ല. കാരണം വെച്ചാൽ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് മഹാത്മാഭൂലെ എഴുതുന്നുണ്ടല്ലോ, ആരായിരുന്നു ഇന്ത്യയുടെ യഥാർത്ഥ ഭരണകർത്താക്കൾ? അത് മഹാബലിയിലും അതുപോലെ തന്നെ
ഉള്ള ഒരു ചരിത്ര പാരമ്പര്യത്തിലേക്ക് മഹാത്മാഫൂലെ ഗുലാംഗിരിയിൽ അത്തരം ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ചരിത്ര ധാരണകളുള്ളവരാണ് കേരളത്തിലെ ദളിതർ. വിദ്യാഭ്യാസം സിദ്ധിച്ച ദളിതർ തീർച്ചയായിട്ടും അത്തരമൊരു അവബോധമുള്ളവരാണ്. ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളി, വേടൻ്റെ പാട്ടുകളിൽ മഹാത്മാ അയ്യങ്കാളി വലിയൊരു വലിയൊരു വിമോചനാത്മകമായ ബിംബമായിട്ടാണ് കടന്നു വരുന്നത്. കേരള സമൂഹം മുഴുവൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ മഹാത്മാ അയ്യങ്കാളി ആരെ വെളിച്ചത്ത് കൊണ്ടുവന്നത്? കേരളത്തിലെ സവർണരൊന്നുമല്ല മഹാത്മാ അയ്യങ്കാളിയെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നത്, അത് കുന്നൂഴി മണിയെ പോലെയുള്ളവരാണ് കൊണ്ടുവന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കറെ ആരാണ് നെഞ്ചേറ്റി കൊണ്ടു നടന്നിരുന്നത്? ഇന്ത്യയിലെ സവർണരാ? ഇന്ത്യയിലെ സവർണരൊന്നുമല്ല, ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹൃദയത്തിൽ കൊണ്ടു നടന്നത്. അതുകൊണ്ട് ഇത് കോതറാണിയുടെ മാത്രം ചരിത്രമല്ല. ഡോക്ടർ ബി ആർ അംബേദ്കറെയും മഹാത്മാ അയ്യങ്കാളിയെയും സഹോദരൻ അയ്യപ്പനെയും നാരായണ ഗുരുസ്വാമികളെയും കൊണ്ടു നടന്നത് ഇന്ത്യയിലെ കേരളത്തിലെ സവർണ ജാതി വിഭാഗത്തിൽ നിന്നുള്ളവരല്ല. അത് തങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കറെയും നാരായണ ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയും മഹാത്മാ അയ്യങ്കാളിയെയും നെഞ്ചിലേറ്റി കൊണ്ടു നടന്നത് ഇന്ത്യയിലെ ദളിതരും ഇന്ത്യയിലെ ആദിവാസികളും ബഹുജനങ്ങളുമാണ്. അപ്പൊ ആ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് അയ്യോ ദളിതർ അവരുടെ ചരിത്രം മറന്നുപോയി എന്ന് വിലപിക്കുന്നത്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് സവർണർ കോതറാണിയുടെ ചരിത്രം അറിയാത്തതെന്ന് നമ്മൾ ചോദിക്കാത്ത? എന്താ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാത്തത്? എന്നോട് ഈ അടുത്തിടെ ഞാനൊരു പുരോഗമന പ്രസ്ഥാനത്തിന് പരിപാടി പങ്കെടുത്തപ്പോൾ അവിടെ എന്നോട് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഈഴവർ അയ്യങ്കാളിയെ പറ്റി പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് പുലയർ നാരായണ ഗുരുവിനെ പറ്റി പഠിക്കാത്തത്? അപ്പം ഞാൻ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് നാരായണ ഗുരുവിനെ അയ്യങ്കാളിയെ പറ്റി നായന്മാർ പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്ത? എന്താ കാരണം? കുറ്റം ഇന്ത്യയിലെ സവർണ മൂല്യ വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് കുറ്റം മുഴുവൻ ദളിതരുടെയും ആദിവാസികളുടെയും ബഹുജനങ്ങളുടെയും തലയിൽ കെട്ടിയേൽപ്പിക്കുക എന്നുള്ള ഒരു സവർണ തന്ത്രം. ആ സവർണ തന്ത്രം വിലപ്പോകത്തില്ല. സാർ ഉന്നയിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ പോലെയുള്ള അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാം, ചരിത്രം പഠിക്കുന്ന, ചരിത്രം ശ്രദ്ധിക്കുന്ന പുതിയ തലമുറയുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഒരുവിധം അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ അറിയാമെന്ന് കൂട്ടിക്കും. പക്ഷേ ഈ കോതറാണി എന്ന് പറയുന്ന പുലയരാജ്ഞിയെക്കുറിച്ച് പറയാനോ കേൾക്കാനോ എവിടെയും രേഖകളോ അല്ലെങ്കിൽ അത്തരത്തിൽ വായനയോ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് സാർ അംഗീകരിക്കുന്നുണ്ടല്ലോ? ഇല്ല, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് വെച്ചാൽ, ആരാണ് കേരളത്തിലെ ചരിത്ര പുസ്തകങ്ങളുടെ രചയിതാക്കൾ? നമ്മളത് പരിശോധിക്കണ്ടേ? ആരാണ് കേരളത്തിലെ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയിലെ അംഗങ്ങൾ? ഈ പാഠപുസ്തകങ്ങളിലൊക്കെ കോതറാണി വരാത്ത എന്തുകൊണ്ടാണ്? ഒരു പാഠപുസ്തകത്തിലൂടെ ആണല്ലോ കൊച്ചു കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് വരെ ഒരു ആശയം ഇറങ്ങിച്ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് പാഠപുസ്തകങ്ങളിൽ കോതറാണി ഇല്ലാത്തെന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ട് പുലയരിത് അറിയുന്നില്ല എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഇത്തരം ഒരു ചരിത്രം നിലനിന്നിരുന്നു എന്ന് കേരളത്തിലെ ജനതയോട് മുഴുവൻ പറയേണ്ട ചുമതല ആർക്കാ? അത് തീർച്ചയായിട്ടും പാഠപുസ്തകം നിർമ്മിക്കുന്നവർക്കാണ്. ആ പാഠപുസ്തകം നിർമ്മിക്കുന്നതിലൂടെ ഇപ്പം ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ചരിത്രം, വൈക്കം സത്യാഗ്രഹം 100 കൊല്ലമായി. ആ ചരിത്രം വീണ്ടും പൊതുജനങ്ങൾക്ക് മുമ്പിൽ സർക്കാർ എങ്ങനെയാണ് അവതരിപ്പിച്ചത് നമ്മൾ കണ്ടല്ലോ. അതിന് പുതിയ സ്മാരകങ്ങൾ തീർക്കുന്നു. ഇപ്പം സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തുമായി ബന്ധപ്പെട്ട് വിജ്ഞാനകോശം പുറത്തു വന്നു. ഇങ്ങനെയൊക്കെയാണ് ഇടപെടലിലൂടെ പുതിയ തലമുറയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇപ്പം മഹാത്മാ അയ്യങ്കാളി നമ്മളെങ്ങനെ ഓർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മരണവും ജനനവും ആ സ്മരണകളും ആ ദിവസവും ആഘോഷിച്ചുകൊണ്ട് ആ ദിവസത്തെ ഓർത്തുകൊണ്ടാണ് ആ സ്മരണ നമ്മൾ ചരിത്രത്തിൽ നിലനിർത്തുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? പ്രാരംഭ നടപടികൾ എന്ന നിലയ്ക്ക് പാഠപുസ്തകങ്ങളിലും ഒക്കെ തന്നെ ഈ ചരിത്രത്തെ അവതരിപ്പിക്കാനുള്ള ഒരു നടപടി നമ്മൾ സ്വീകരിക്കണം. എപ്പോഴാണ് അയ്യങ്കാളി കേരളത്തിലെ പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു വന്നത്? സംവരണം പോലെയുള്ള ആശയങ്ങൾ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായിട്ട്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് സംവരണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ സംവരണ വ്യവസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ സാമൂഹ്യ നീതിയുടെ പക്ഷം വിശകലനം ചെയ്യുന്ന എന്ത് കാര്യമാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്? അതിനെ സംബന്ധിച്ച് ഒരു പാഠമെങ്കിലും നമ്മുടെ പുസ്തകത്തിലുണ്ടോ? സംവരണം സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനപരമായൊരു പാഠമാണ്. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാന മൂലം കിടക്കുന്നത് സംവരണത്തിലാണ്. സംവരണത്തിലൂടെ മാത്രമാണ് വിതരണ നീതി സാധ്യമാവുക. കാര്യം ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഒരു പാഠം പോലും നമ്മുടെ പാഠപുസ്തകത്തിലില്ല. അങ്ങനെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാകുക. പക്ഷെ അങ്ങനെ ഒരു അവബോധത്തിലേക്ക് വരുന്ന രീതിയിലൊന്നും തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലില്ല. അതുപോലെ തന്നെയാണ് കോതറാണിയുടെ വിഷയം. നോക്കൂ, നങ്ങേലിയെ സംബന്ധിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നങ്ങേലി ഒരു മിത്താണെന്ന് പറയുന്ന ആളുകളുണ്ട്. നങ്ങേലി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നങ്ങേലി മുല മുറച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ചരിത്രത്തെ അങ്ങനെ അല്ലല്ലോ കാണേണ്ടത്.
ഒരു മിത്താണെങ്കിൽ പോലും ആ മിത്ത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ പരിശോധിക്കണ്ടേ. അപ്പോൾ ആ നിലയ്ക്ക് കോതറാണി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതെന്നും അത് എന്തെന്ത് സാമൂഹികമായ പുരോഗമനാത്മകമായ ഒരു പ്രബുദ്ധ സമൂഹത്തിന് എന്തെന്ത് ആശയങ്ങളാണ് അതിൽ നിന്ന് സ്വീകരിക്കാനുള്ളതെന്നും ഒക്കെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആ രീതിയിലുള്ള ഒരു അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടാൻ കഴിയണം. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നേയില്ല. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണെന്ന് ചരിത്രം എഴുതിയ ആളുകളാണ് കേരളത്തിലുള്ള പ്രമുഖ ചരിത്ര രചയിതാക്കൾ. പക്ഷേ കൃഷി ചെയ്താരാ? കൃഷി ചെയ്തത് പുലയരും പറയരുവാ, ആദിവാസികളുമാണ് കൃഷി ചെയ്തത്. പക്ഷേ കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണെന്നാണ് കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളിൽ പറയുന്നത്. അപ്പോൾ പാടത്തും പറമ്പിലും കഷ്ടപ്പെട്ട പുലയരാരായി മാറി? ഒന്നുമല്ലാത്തവരായി മാറി. കുനിഞ്ഞൊരു പുല്ല് പോലും പറിക്കാത്ത ബ്രാഹ്മണർ കൃഷിയുടെ സൃഷ്ടാക്കളുമായി. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രരചനയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ടിപ്പു എങ്ങനെയാണ് ചരിത്രരചനയിലേക്ക് വന്നത്? ടിപ്പുവിനെ എങ്ങനെയാണ് കേരള ചരിത്രം കണ്ടത്? AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം എന്നൊരു പുസ്തകമുണ്ട്. അത് തിരുവനന്തപുരത്ത് ഒരു സംസ്കൃത കോളേജ് ആരംഭിച്ച സമയത്ത് കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാൻ്റെ നിർദ്ദേശാനുസരണം ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം സംസ്കൃതത്തിൽ തന്നെ രചിച്ചു AR രാജരാജവർമ്മ. അതിൽ പറയുന്നത് ടിപ്പു എന്ന് പറയുന്ന ആൾ രാവണനെ പോലാണെന്നാണ്, ബ്രിട്ടീഷുകാർ രാമനെ പോലെ. മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് കാലുകുത്തിയപ്പോൾ കേരളഭൂമി അശുദ്ധമായി എന്നാണ് AR രാജരാജവർമ്മ എഴുതിയത്. ഈ രീതിയിലുള്ള ചരിത്രരചനയാണ് വളരെ പണ്ട് മുതലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെയും ദളിതരെയും ആദിവാസികളെയും ഒക്കെ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന, രാക്ഷസവൽക്കരിക്കുന്ന ചരിത്രരചനാ രീതിശാസ്ത്രം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ആരാ? കേരളത്തിൽ ഈ പാടത്തും ഒക്കെ പണിയെടുത്ത ദളിതരും ആദിവാസികളുമാണ് പാടത്ത് കൃഷി ചെയ്തത്. പാടത്ത് കൃഷി ചെയ്യുന്നവർക്കല്ലേ അത് സംബന്ധിച്ച് വിജ്ഞാനം ഉണ്ടാവും. എങ്ങനെ കൃഷി ചെയ്യണം, ഏത് സമയത്ത് കൃഷി ചെയ്യണം, ഏത് കാലാവസ്ഥയിൽ കൃഷി ചെയ്യണം എന്നൊക്കെ കൃഷിയുമായി ഇടപെടുന്നവർക്കേ അറിയത്തുള്ളൂ. പക്ഷേ രാജൻ ഗുരുക്കളെ പോലെ, കേശവൻ വെളുത്താട്ടിനെ പോലെ ഒക്കെയുള്ള ആളുകൾ പറഞ്ഞ എന്താണ്? ബ്രാഹ്മണരാണ് കേരളത്തിൽ കൃഷി കൊണ്ടുവന്നത്. അവരുടെ കയ്യിലായിരുന്നു ജ്യോതിഷ വിജ്ഞാനം ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിലെ മധ്യകാലഘട്ടത്തിലുണ്ടായ ഗ്രന്ഥവരികൾ തെളിയിക്കുന്ന അങ്ങനല്ല. മുഹൂർത്തം വാമനപ്പണിക്കർ പണം 1, മുഹൂർത്തം പാടകശ്ശേരിക്ക പണം 1 എന്നിങ്ങനെ തുടങ്ങിയ തിരുവല്ല ഗ്രന്ഥവരിയിലെയും തിരുവല്ല പറമ്പൂരിലും ഗ്രന്ഥവരിയും ഒക്കെ തെളിയിക്കുന്ന എന്താണ്? അവർണ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ജ്യോതിഷ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഗ്രന്ഥവരി തെളിയിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ബ്രാഹ്മണർ കൊണ്ടുവന്നാണെന്ന്. മുഹൂർത്ത പദവി എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലുണ്ടായ ഗ്രന്ഥം, അതിന് പിന്നീട് പുറയന്നൂർ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ഭാഷ്യം ഉണ്ടാകുന്നുണ്ട്. അതിൽ പറയുന്നത് ബ്രാഹ്മണരൊഴികെ ആരും ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണരല്ലാത്തവർക്കും ജ്യോതിഷ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്ന്, അവരത് കൈകാര്യം ചെയ്തിരുന്നു എന്നുമാണ്. താന്ത്രിക വിദ്യകളിൽ പ്രമുഖരായിരുന്നു. പുലയർ മാത്രമല്ല, പുലയ പറയ വിഭാഗങ്ങളിലുള്ളവരൊക്കെ താന്ത്രിക വിദ്യ നന്നായി ചെയ്തിരുന്നവരാണ്. അത്തരം ആദിവാസി വിഭാഗങ്ങളിൽ അത്തരം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അത്തരം രീതികൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ആചാരങ്ങളിൽ അവർക്കത് ഇഴുകിച്ചേർന്ന ആളുകളാണ്. അതെ അതെ. ഇത് തന്ത്രം എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ബ്രാഹ്മണരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ചരിത്ര പണ്ഡിതനായ RS ശർമ്മ പ്രാചീന ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രം എഴുതുമ്പോൾ ശർമ്മ പറയും, എപ്പോഴാണ് ബ്രാഹ്മണർ തന്ത്രഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങിയത്? ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രാഹ്മണർ തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളുമായി ഇടകലർന്ന് താമസിക്കുകയും അങ്ങനെ ഇടകലർന്ന് വസിക്കുന്ന സമയത്ത് ആ തദ്ദേശ ജനവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ ബ്രാഹ്മണർ ഗ്രന്ഥവൽക്കരിച്ചു, സംസ്കൃതത്തിൽ എഴുതി ചേർത്തു. അപ്പോഴാണ് തന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നതെന്ന് ശർമ്മ നിരീക്ഷിക്കുന്നുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചും വളരെ ശരിയാണ്, വളരെ കൃത്യമാണ്. നോക്കൂ, ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ട, തിരുച്ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ട തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം എന്ന് കാണാം. കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? കൂന്തൽ എന്ന് പറയുന്ന ഭൂതമായിരുന്നു. ആ കൂന്തലിനെ ബ്രാഹ്മണർ ആരാക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. 7-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന ബാണഭട്ടൻ്റെ കാദംബരിയിലും ഹർഷചരിതത്തിലും ഒക്കെ കാളിയെ പൂജിക്കുന്ന ശബരരെ പറ്റി പരാമർശമുണ്ട്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ശബരരുടെ അമ്പലമായിരുന്നു. തിരുപ്പതി ക്ഷേത്രം ആദ്യകാലത്ത് ചാമകൃഷി ചെയ്ത ആദിവാസികളാണ് അവിടെ പന്നിയെ പൂജിച്ചുകൊണ്ടിരുന്നത് എന്ന് സ്കന്ദപുരാണത്തിൽ തന്നെ തിരുപ്പതി മാഹാത്മ്യത്തിൽ വളരെ വ്യക്തമായ പരാമർശമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ തന്നെ താന്ത്രിക പാരമ്പര്യത്തിൻ്റെ നേരവകാശികൾ ഇന്ത്യയിലെ അവർണ സമൂഹങ്ങളായിരുന്നു. വൈദികമായ യാഗയജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണർ വൈദികമായ യാഗയജ്ഞാതി കർമ്മങ്ങൾക്ക് കോട്ടം തട്ടുകയും ഫ്യൂഡൽ നാടുവാഴി സമ്പ്രദായങ്ങളുടെ അല്ലെങ്കിൽ ആ രാജാക്കന്മാരുടെയൊക്കെ പിന്തുണ നഷ്ടപ്പെട്ട അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഈ അനുഷ്ഠാനങ്ങളിലേക്ക് അവർ കടന്നു കയറുകയായിരുന്നു.
അങ്ങനെയാണ് തന്ത്രം ആരുടേതായി മാറിയത്, പിൽക്കാലത്ത് ബ്രാഹ്മണരുടേതായി മാറിയത്. അല്ലാതെ തന്ത്രവുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണർക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. തന്ത്രം ചെയ്തിരുന്നവരെ കേരളത്തിലെ സവർണ നമ്പൂതിരിമാർ, മറ്റ് ബ്രാഹ്മണർക്കിടയിൽ തന്നെ മൂസതുമാരെന്നും നമ്പൂതിരിമാരെന്നും ഭട്ടതിരിമാരെന്നും ഒക്കെ ധാരാളം വേർതിരിവുകളും ശ്രേണീകരണമുണ്ട്. അതുകൊണ്ട് ഉയർന്ന ബ്രാഹ്മണർ, പ്രതിഷ്ഠാദി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരെ കുറഞ്ഞ ബ്രാഹ്മണരായിട്ടാണ് കണ്ടിരുന്നത്. ഭദ്രകാളിയെ പൂജിക്കുന്ന അടികളെ പതിതറന്നാണ് ശാങ്കരസ്മൃതി അടയാളപ്പെടുത്തിയിരുന്നത്. ഇതെല്ലാം തെളിയിക്കുന്നത് എന്താണ്? തന്ത്രവുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണർ തന്ത്രത്തെ തന്നെ അടിമുടി ഒരു പതിതമായ നിമ്നമായ സമ്പ്രദായമായിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ തെളിയുന്നത്. ഇന്ത്യ ഒരു സർവ്വമത സാഹോദര്യ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്നാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നത്. അപ്പോൾ പുണ്യമാസങ്ങൾ എല്ലാ മതസ്ഥർക്കും ഉണ്ട് അല്ലേ? മുസ്ലിം മതവിഭാഗങ്ങൾക്കുണ്ട്, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കുണ്ട്, ഹിന്ദു വിഭാഗത്തിലുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ഇപ്പോൾ കർക്കിടക മാസം ആകാൻ പോവാണ്, നമുക്ക് രാമായണ പാരായണത്തിൻ്റെ പ്രാധാന്യം കൂടി വരുന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഘട്ട ആണല്ലോ ഈ പുണ്യമാസം, കർക്കിടക മാസം എന്ന് പറയുന്നത്, അവിടെ ഇത് എതിർക്കുന്നുണ്ട്. ശ്യാംകുമാർ എപ്പോഴും പലപ്പോഴും അതിനെ കീറിമുറിക്കാറുണ്ട് ഇല്ലേ? രാമായണത്തെ കീറിമുറിക്കാറുണ്ട്, രാമനെയും സീതയും ഒക്കെ കീറിമുറിക്കുന്ന ഒരാളാണ്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദളിത് ഭവനങ്ങളിൽ നിന്ന് രാമായണ പാരായണത്തെ മാറ്റി നിർത്താൻ പറ്റാത്തത്? ഈ ഒരു മാസം ആ ജീവിതചര്യ ദളിതർക്ക് എന്തുകൊണ്ട് മാറ്റി നിർത്തിക്കൂടാ? അതിനെ ആ രീതിയിൽ പ്രതിരോധിച്ചുകൂടാ? ഇതിനകത്ത് വളരെ സവിശേഷമായി പരിശോധിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മളെന്ന് പറഞ്ഞല്ലോ, നമ്മളെന്ന് പറഞ്ഞതിനെ തന്നെ ഞാൻ വിമർശനാത്മകമായിട്ടാണ് സ്ഥാനപ്പെടുത്തുന്നത്. എന്നു മുതലാണ് കേരളത്തിൽ എല്ലാവരും രാമായണം വായിക്കാൻ തുടങ്ങിയത്? കേരളത്തിലെ ദളിതരൊന്നും ഒരു കാലത്തും രാമായണം വായിച്ചിട്ടില്ല. രാമായണം വായിച്ചൊരു ചരിത്രമില്ല. കേരളത്തിലെ അമ്പലങ്ങളിൽ എന്നു മുതലാണ് രാമായണം വായിക്കാൻ തുടങ്ങിയത്. കേരളത്തിൽ നിന്ന് ലഭ്യമായ 8-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ശിലാശാസനങ്ങളിലും കേരളത്തിൽ രാമായണം വായിച്ചതിൻ്റെ ഒരു ചരിത്രവുമില്ല. വാഴപ്പള്ളി ശിലാലിഖിതം മുതൽ ഇങ്ങോട്ട് ധാരാളം ശിലാലിഖിതങ്ങളുണ്ട്. കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകളെന്ന് പറഞ്ഞ് പുതുശ്ശേരി രാമചന്ദ്രൻ അതെല്ലാം കൂടെ സംശോധനം ചെയ്ത് അതിൻ്റെ പഠനവുമായി പുറത്തു വന്നിട്ടുണ്ട്. ഇതുകൂടാതെ MGS നാരായണൻ പെരുമാൾസ് ഓഫ് കേരളയിൽ ധാരാളം ക്ഷേത്ര ലിഖിതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തിയിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ഈ ക്ഷേത്രശിലാ ലിഖിതങ്ങളിലോ ക്ഷേത്ര ഗ്രന്ഥവരികളിലോ, പിന്നീട് 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥം വരെയുള്ള വ്യത്യസ്ത ഗ്രന്ഥവരികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലെ പല ഗ്രന്ഥവരികളും മഹാത്മാഗാന്ധി സർവകലാശാലയാണ് പ്രസിദ്ധീകരിച്ചത്. പ്രത്യേകിച്ച് രാജഗുരുക്കൾ വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന സമയത്താണ് അത് പലതും പുറത്തു വന്നത് എന്നുള്ളത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഗ്രന്ഥവരികളിലൊന്നും തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാമായണം വായിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വരി പോലും ഇല്ല. പക്ഷേ മഹാഭാരത പട്ടത്താനം എന്ന് പറയുന്ന മഹാഭാരത പാരായണം നടന്നിരുന്നു. പക്ഷേ രാമായണ വായന നടന്നിരുന്നേ ഇല്ല. കേരളത്തിൽ രചിക്കപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളിൽ രാമൻ ഇല്ലെന്നേ. രാമൻ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങളിൽ രാമൻ ഇല്ലാത്തത്? ഞാൻ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ തന്ത്രം പഠിച്ച ഒരാളാണ്, ട്രഡീഷണലായിട്ട് തന്ത്രം പഠിച്ച ഒരാളാണ്, തന്ത്രത്തിൽ ഗവേഷണം ചെയ്ത ഒരാളാണ്. കേരളത്തിൽ രചിക്കപ്പെട്ട 200-ലധികം തന്ത്രഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട്. ഒറ്റ തന്ത്രത്തിന് രാമനില്ലല്ലോ. എന്താ രാമനില്ലാത്തത്? വിഷ്ണു മാത്രമേ ഉള്ളൂ, രാമനില്ല. 19-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ രചിക്കപ്പെടുന്ന കുഴിക്കാട്ട് പച്ചയിലും രാമനില്ല. ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഗ്രന്ഥത്തിൽ പോലും രാമനില്ല. പിന്നെ ഈ രാമനും രാമായണമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തന്നെയല്ല, എഴുത്തച്ഛൻ്റെ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്, മന്നിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാമാമടോ, ഭൂമിയിൽ ബ്രാഹ്മണനായി ജനിച്ച നിനക്കെന്നെ പൂജിക്കാം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു വശം ഞാൻ സൂചിപ്പിച്ചതാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം, ദളിതരുടെ ഭവനങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഇത് ദളിതരുടെ മാത്രം വിഷയമൊന്നുമല്ല. പ്രതിരോധിക്കേണ്ടത് ഒരു സമൂഹം ആകമാനമാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്. ഭാഗവത സപ്താഹ യജ്ഞം എന്ന പേരിൽ ഈ ബ്രാഹ്മണികമായ ആചാരാനുഷ്ഠാനങ്ങൾ സമൂഹത്തിൽ വലിയ രീതിയിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ പലതിലും അധികാരികളായിട്ടുള്ളത് ദളിതരൊന്നും അല്ല, സവർണ സമൂഹങ്ങളിൽ നിന്നുള്ളവരും മധ്യജാതികളുമാണ് അവിടെ ഉള്ളത്. അവരുടെ കൈകാര്യ കർത്തൃത്വത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ നടന്നു പോകുന്നത്. അവരെന്തായാലും അവരെ പ്രൊമോട്ട് ചെയ്യാൻ ആ രീതിയിൽ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദളിത് ഭവനങ്ങൾ പോലും ഇപ്പോൾ രാമായണ പാരായണം നടത്തുന്നുണ്ട്? ഇല്ലാന്ന് സാർ പറയരുത്, രാമായണ പാരായണം നടത്തുന്നുണ്ട്, ആ ഒരു അനുഷ്ഠാനങ്ങൾ പോകുന്നുണ്ട് ദളിത് ഭവനങ്ങൾ. അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു മുന്നേറ്റം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ എൻ്റെ പ്രവർത്തനങ്ങൾ പോലും അതിന്റെ ഭാഗമാണെന്ന് കരുതണ്ടേ. ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണല്ലോ ഞാൻ. എൻ്റെ ഗ്രാമം ആലപ്പുഴ ജില്ല ഹരിപ്പാടിനടുത്തുള്ള വിയപുരമാണ്. ഈ വിയപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ
എൻ്റെ ഗ്രാമത്തിൽപ്പെട്ട ദളിതരൊന്നും വലിയ രീതിയിൽ രാമായണ പാരായണം നടത്താത്തവരാണ്. പക്ഷേ ആ രാമായണ പാരായണം ഈഴവ സമൂഹങ്ങളിൽ നടക്കുന്നു, ഈഴവ സമുദായത്തിൻ്റെ വീടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ദളിത് ഭവനങ്ങളിൽ ഇത്തരം ഒരു രാമായണ പാരായണം ഇപ്പോൾ പോലും എൻ്റെ ഗ്രാമത്തിൽ നടക്കുന്നില്ല. അതുപോലെ സന്ധ്യയ്ക്ക് ഇരുന്ന് രാമരാമ പാഹിമാൻ ചൊല്ലുന്ന ഒരു പതിവ് എൻ്റെ ഗ്രാമത്തിൽ അധികമില്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റു സമൂഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദളിത് സമൂഹം അത്ര കണ്ട് രാമനെയോ രാമായണത്തെ ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്നൊന്നുള്ള അവകാശവാദമൊന്നുമില്ല. പക്ഷേ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും കുറവാണ്, തീർച്ചയായിട്ടും കുറവാണ്. അത് സംശയരഹിതമായിട്ട് വേണമെങ്കിൽ ഒരു പഠനം തന്നെ നമുക്ക് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പഠനം നടത്താം. അല്ല, അത് പഠനം നടത്തേണ്ട വിഷയമാണ്. എന്താ ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ അത്തരം ഇപ്പൊ ഒരു വിഷയം ഉന്നയിക്കുന്നു, നമ്മുടെ വിഭാഗത്തിൽ നിന്നൊരു വിഷയം ഉന്നയിക്കുമ്പോൾ നമ്മളാണല്ലോ അതാദ്യം തിരിച്ചറിയേണ്ടത് ഇത് വേണ്ട എന്നുള്ളത്. അപ്പം നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം എന്ത് ചെയ്തു എന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് നേരെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. മറുപടി പറയേണ്ടത് സ്വാഭാവികമായും ആ വിഭാഗത്തിന്റെ വക്താവായി നിൽക്കുന്ന താങ്കളെ പോലെയുള്ള മറ്റ് സാമൂഹ്യ പ്രവർത്തകർ തന്നെയാണല്ലോ. ഇതിനകത്ത് ഒന്ന് ഞാൻ ദളിത് സമൂഹത്തിന്റെ വക്താവല്ല, അത് ഒന്ന് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ അങ്ങനെ ആരും ഒരു വക്താവായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല. അല്ല, അത് ലിറ്ററലി നമുക്ക് സംസാരത്തിൽ നമ്മൾ അവർക്കൊപ്പം നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള രീതിയിലല്ലേ ശ്യാംകുമാറിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഞാൻ ഒരു ജനാധിപത്യ മാറി നിന്നല്ലോ കാണുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആ ജനാധിപത്യ മൂല്യങ്ങൾ സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക് ഊറി ഇറങ്ങുക തന്നെ വേണം. അതുകൊണ്ട് ഞാൻ എന്നെ ഒരു ജനാധിപത്യവാദി എന്ന നിലയ്ക്കോ ആ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്കോ അടയാളപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രവർത്തനം. ഇതിനകത്ത് നമ്മൾ ഉന്നയിക്കേണ്ട ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ദളിത് സമൂഹം തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്, തീർച്ചയായിട്ടും പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം രാമൻ ദളിതർക്കൊന്നും തന്നെ നൽകിയിട്ടില്ല. തപസ് ചെയ്ത ശൂദ്രനായ ശംഭൂകനെ പോലും വധിച്ച പാരമ്പര്യമാണ് രാമനുള്ളത്. രാമൻ എന്താണ് ദളിതർക്ക് നൽകിയത്? ഗുഹൻ എന്ന് പറയുന്ന നിഷാദൻ ആദിവാസിയാണല്ലോ. നിഷാദൻ എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള പ്രത്യേകിച്ച് വേട്ടയാടുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് നിഷാദൻ എന്ന് പറയുന്നത്. ആ നിഷാദനായ ഗുഹൻ ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ രാമൻ അത് സ്വീകരിച്ചില്ല. പിന്നാലെ രാമനെ അന്വേഷിച്ചു വരുന്ന ഭരതനോട് നിഷാദൻ ഈ പരാതി ഉന്നയിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത ഫലമൂലാദികൾ രാമൻ സ്വീകരിച്ചു, പക്ഷെ കഴിച്ചില്ല. അപ്പോൾ ഭരതൻ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ചാണ് രാമൻ അത് തിരസ്കരിച്ചത്. എന്താണ് ചാതുർവർണ്ണ്യത്തിൻ്റെ സമ്പ്രദായം? അത് നിമ്ന സമുദായങ്ങളിൽ പെട്ട ആളുകളുടെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പാരമ്പര്യം. ആ പാരമ്പര്യമാണ് രാമൻ പാലിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിൽ നോക്കൂ, കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിയോ നാരായണ ഗുരുസ്വാമികളോ സഹോദരൻ അയ്യപ്പനോ ഒന്നും തന്നെ രാമനെയോ രാമപാരമ്പര്യത്തെ അംഗീകരിച്ചിട്ടേ ഇല്ല. കോട്ടയത്ത് തിരുനക്കരയിൽ ഒരു വലിയ യോഗം നടക്കുന്നുണ്ട്. ആ യോഗം നടക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കോൺഗ്രസിലും അതേസമയം ഹിന്ദു മഹാസഭയിലും അംഗമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം. പണ്ഡിറ്റ് CO കരുണാകരനും സഹോദരനയ്യപ്പനും എഴുന്നേറ്റ് രാവണാക്കി ജയ് വിളിക്കുകയുണ്ടായി. പോത്തേരി കുഞ്ഞമ്പു അധ്യാത്മരാമായണ നിരൂപണം എന്ന് പറയുന്ന പുസ്തകം എഴുതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ വലിയ രാമായണം അങ്ങോട്ടായിക്കഴിഞ്ഞാൽ കർക്കിടക മാസമായി കഴിഞ്ഞാൽ പിന്നെ രാമായണത്തെ മതേതരമായി കെട്ടഴിച്ചു വിടാനുള്ള പരിപാടിയാണല്ലോ. രാമനെ കെട്ടഴിച്ചു വിടുക മതേതരമായി, കൃഷ്ണനെ മതേതരമായി കെട്ടഴിച്ചു വിടുക, മഹാഭാരതം മതേതരം, രാമായണം മതേതരം, വേദങ്ങൾ മതേതരം, എല്ലാം സെക്കുലർ അല്ലാത്ത ഒന്നുമില്ല. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. സാമൂഹ്യ ശാസ്ത്രജ്ഞനായ നിക്കി കെടി പറയും, ഈ മതഗ്രന്ഥങ്ങളെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ലാഭം നേടാൻ ഇച്ഛിക്കുന്നവരെ പറ്റി നിക്കി കെടി നിരീക്ഷിക്കുന്നുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ വിരുദ്ധമായ ചാണകക്കുഴിയിലേക്കായിരിക്കും ആ സഞ്ചാരം നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് രാമനെ പ്രതിരോധിക്കുക എന്നുള്ളത് ദളിതരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അങ്ങനെ ദളിതർക്ക് മാത്രമായിട്ട് സവിശേഷ ഉത്തരവാദിത്വമൊന്നുമില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഫ്യൂഡൽ നാടുവാഴിത്വത്തിൻ്റെയും ജാതി മേധാവിത്വത്തിൻ്റെയും ശ്രേണീകരണ അസമത്വത്തിൻ്റെയും ബിംബങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഒരു സമൂഹം ഒന്നാകെയാണ്. അപ്പോൾ ദളിത് സമൂഹം തീർച്ചയായിട്ടും അത് പ്രതിരോധിക്കുക. അല്ല സവിശേഷമായി പ്രതിരോധിക്കേണ്ട എന്തെങ്കിലും ഉത്തരവാദിത്വം ആർക്കില്ല? ദളിത് സമുദായത്തിനില്ല. തീർച്ചയായിട്ടും അവരെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ ആന്തരികമായി തന്നെ ദളിത് സമൂഹം അതിനെ പ്രതിരോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്.